ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവജസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. എന്നു വൈശമ്പായനരുൾ ചെയ്തതു കേട്ടു മന്നവനായ ജനമേ ജയൻ ചോദ്യം ചെയ്തു. ഭരതൻ തൻ്റെ ജന്മമറിവാൻ തക്കവണ്ണം അരുളി ചെയ്തിടണം ആവോളം ചുരുക്കാതെ. കേട്ടുകൊണ്ടാലും എങ്കിലൊട്ടൊരു ചൊല്ലാമതും വാട്ടമില്ലാതെ കേളി പൂണ്ട ദുഷ്യന്തനപൻ ഉള്ളത് ചതുർഭാഗം വാങ്ങിനാൻ രാജ്യഭോഗം. ചൊല്ലുവാൻ പണി അവൻ രക്ഷിച്ച പ്രകാരങ്ങൾ കീർത്തി പൂണ്ടിരിക്കും നാൾ നായാട്ടിനായിട്ടവൻ ആർത്തു നാലംഗത്തോടുകൂടവേ വനം പൂക്കാൻ. വ്യാഘ്രസിംഹാദി മൃഗമാവോളം കൊന്നു ശീഘ്രമുർവീശൻ വിളയാടുന്ന നേരം ഏറ്റം ആഗ്രഹിച്ചടവികൾ ആക്രമിച്ചിടും നേരം ആർക്കുമെത്താതാദ്വേഗമേറുന്ന രഥത്തോടും ഭാസ്കര രശ്മി പോലും ചെല്ലാത്ത വനം പൂക്കാൻ നോക്കിയും മൃഗങ്ങളെ കണ്ടു കൗതുകം പൂണ്ടും വേഗമേറിയിടും മൃഗജാലങ്ങൾ വഴിയെ പോയി ഏകാഗിയാകിയ വസുദേന്ദ്രനാം ദുഷ്യന്തനും ക്ഷുൽപിപാസാദി പൂണ്ടു ചമഞ്ഞോരനന്തരം അദ്ഭുതം വളർന്നിടും ആശ്രമദേശം കണ്ടാൻ. പുഷ്പങ്ങൾ തളിരുകൾ ഫലങ്ങൾ നിറഞ്ഞോരോ ഷൽപദശുക കപിക കേകികൾ നാദത്തോടും വൃക്ഷങ്ങൾ തോറും ചുറ്റിപ്പറ്റിയിടും വല്ലികളും യക്ഷകിന്നര സിദ്ധ ഗന്ധർവാദികളാലും പക്ഷികൾ മൃഗങ്ങൾ എന്നുള്ള ജന്തുക്കളാലും ഇക്ഷുജംഭരി കേര കദളി വൃന്ദത്താലും ശീതള സുഗന്ധ ആദ്യാദികൾ ഗുണം തേടും വാദബോധങ്ങളാലും സേവ്യമാശ്രമദേശം ചിത്തപ്രഹ്ലാദോദ്ഭവ എത്രയും എന്നോ നിനച്ചുത്തമനായ നൃപൻ വിസ്മയം പൂണ്ടാനേറ്റം. മാലിനിയായ നദി തന്നുടെ തീരത്തിങ്കൽ കാലദോഷാദി കൂടാതെ ആശ്രമം മനോഹരം സന്തതം നരനാരായണൻ മാമരോ വിടുംബദര്യാശ്രമം ഗംഗ തന്നാൽ എന്നതുപോലെ മാലിനി നദി തന്നാൽ ശോഭിത ദേശം കണ്ടു മാലകന്നൊരു നൃപൻ മറ്റുള്ള പടയെല്ലാം കാനനദ്വാരത്തിങ്കൽ നിൽക്കുന്നു നിയോഗിച്ചു. താനും താൻ പുരോഹിതൻ താനുമായകം പൂക്കാൻ ബ്രഹ്മലോകത്തെ പ്രവേശിച്ചിതു ഞാൻ എന്നപ്പോൾ നിർമ്മലനായ നൃപൻ തന്നുള്ളിലുണ്ടായി വന്നു. മായ കൊണ്ടുണ്ട മഹാമോഹങ്ങൾ നീക്കി നിത്യം ന്യായ തത്വാർത്ഥ വിജ്ഞാനാദി സമ്പന്നന്മാരായ ബോധമേറിയ മുനി പ്രവര ശിഷ്യന്മാരായ വേദപാരകന്മാരാൻ ബഹ്യവ്യജ മുഖ്യന്മാരാ പ്രേര്യമാണങ്ങളാകും സംഹിത പദങ്ങളെ ധാര്യമാണർത്ഥത്തോടും സുസ്വര വ്യക്തിയോടും കേട്ടാനന്ദിച്ചു ചെന്നപ്പോൾ കാണായി വന്നു വാട്ടമെന്നിയെ യാഗശാലകൾ പലതരം യജ്ഞവിദ്യാംഗ ക്രിയാ തൽപരന്മാരായ ജ്ഞാനാദി കൊണ്ടജ്ഞാനമകന്നിടും യജുർവേദികളും മൃഗേദികളായുള്ളൊരു മൃജുമാർഗത്തോടതി മധുരഗാനം തേടും സാമവേദികളോടു ഭാരുണ്ഠാസാമകന്മാർ സോമപാനാദി കൊണ്ടു പൂതമാനസന്മാരും തൈത്തിരിയാദി ശാഖാഭേദങ്ങൾ ബഹുവിധ മൂർത്തിഭേദങ്ങൾ ചൊല്ലും സൂക്തങ്ങൾ പലതരം സൂത്രങ്ങൾ വെല്ലുന്നോരോ ബ്രാഹ്മണ വേദികളും ശാസ്ത്ര സിദ്ധാന്ത വ്യാഖ്യാനാർത്ഥ തൽപരന്മാരും അഥർവ്യകജു സാമഭേദ സംഹിതാഗാനം പദസംക്രമ സ്വരമാത്രാദി ശിക്ഷയോടും ശബ്ദ സംസ്കാരത്തോടും വാക്യഭേദാർത്ഥത്തോടും സുപ്തിങ്ദാദി
ബോധ്യസൂത്രവൃത്തികളോടും ശിക്ഷാവ്യാകരണവും ഛന്ദസ്സും നിരുക്തവും സൂക്ഷ്മജ്യോതിഷം കൽപ്പമിവത്യതിൻ ഭേദം മോക്ഷധർമ്മോക്തമീമാംസാദികൾ ഉപനിഷ ആഖ്യാർത്ഥ വിശേഷാദാഖ്യ വ്യാഖ്യാനം മതങ്ങളും ദ്രവ്യഭേദവും കർമ്മഭേദവും കാലഭേദം ദിവ്യമാനുഷഭേദം സവ്യാപസവ്യഭേദം കർത്തൃഭേദവും ക്രിയാഭേദവും ഗുണാഭേദം കൃത്യാചാര പ്രായശ്ചിത്ത ഗ്രന്ഥങ്ങളും കാര്യകാരണ കാരണാദിഭേദങ്ങളും ആചാര്യഭേദവും വ്യാസഗ്രന്ഥാദി പുരാണവും ശ്രുതി ഗൂഢാർത്ഥഭേദ പ്രതിബോധകമായ സ്മൃതിഭേദങ്ങൾ ഇതിഹാസങ്ങൾ പലതരം വേദാംഗസ്കന്ധ ഭേദോപാംഗശാഖാദികളും വേദാന്താദികൾ നാനാശാസ്ത്രങ്ങൾ ബഹുവിധം അഭ്യസിച്ചിടും മുനിവർഗവും ശിഷ്യകളും അത്ഭുതാത്മക ജപ ഹോമാദി കർമ്മങ്ങളും യന്ത്രതന്ത്രാദിയുധ മന്ത്രജാപകന്മാരും അന്തേവാസികൾ പരികർമ്മങ്ങൾ ഭൃത്യന്മാരും പവിത്രാലയങ്ങളും വിചിത്രാസനങ്ങളും ധവിത്ര ഛത്രദണ്ഡ പാതുകാപടങ്ങളും അഷ്ടാംഗ ബ്രഹ്മചര്യ നിഷ്ഠ പൂണ്ടിടുന്നൊരു അഷ്ടാംഗയോഗത്തോടും കൂടി നയതികളും ജാത്യാദി വൈരം വെടിഞ്ഞിടിനാൻ ജന്തുക്കളും ജാത്യാദി കുസുമിത ലതികാവലികളും പ്രീത്യാ കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും വിദ്യ സാത്വിക മധ്യ മഞ്ജുള തരഗത്യ നിത്യസഞ്ജനരിത്യ മനസ്സി പൂർണ്ണഭക്ത്യ സ്വാധ്യായ ശ്രവണ സന്തുഷ്ടനായി മന്ദം മന്ദം കാശ്യപദ ഭോഗുപ്ത ആശ്രമമകം പുക ആശ്ചര്യമക കാമ്പിൽ മേൽക്കുമേലുണ്ടായി വന്നു പർണശാലയിൽ ചെന്നു മന്നവൻ നിന്ന നേരം ധന്യനാം തബോധനൻ തന്നെ കണ്ടില്ലയല്ലോ ആരുള്ളതവിടെ എന്നത്രയും ഗാംഭീര്യത്തോടാരെയും കാണാനവൻ ഉച്ചത്തിലുര ചെയ്താൻ ലക്ഷണയുക്തമായ നാദത്തെ കേട്ട നേരം ലക്ഷ്മിതാൻ തന്നെ ഒരു കന്യകാരൂപം പൂണ്ടു നിഷ്ക്രമിച്ചതുപോലെ ദക്ഷിണം കാണായി വന്നു കൊണ്ടൽ മധ്യേ മിന്നുന്ന മിന്നൽ പോലെ രൂപയൗവന ശുഭശീലാചാരാദി കൊണ്ടും ശോഭിതമായ ദിവ്യ കനകതാരുമപ്പോ സർവലക്ഷണയുക്ത രൂപാദി ഗുണം തേടും ഉർവശീതൻ തന്നെ കണ്ടു ദുർവാരമോദത്തോടും ഗാഠകൗതുകത്തോടും ഗൂഢസുസ്മരത്തോടും പ്രൗഢസദ്ഭാവത്തോടും കൂടവേ ചൊന്നാൾ അവൾ സ്വാഗതമിതി പുനരാദരവോടുകൂടെ വേഗത്തിൽ അതിഥി പൂജകളും ചെയ്തിടിനാൻ ആസന പാതാർഖ്യാദി സ്വാചമനീയങ്ങളാൽ ചേതസി തെളിഞ്ഞവൾ പിന്നെയും ചെയ്ത കുശലമല്ലി ഭവാൻ എന്നാനാമയമല്ലി വിശദമതേ ഭവാനാരെന്നു പറയണം കാനനെ വരുവതിനെന്തരോ കാരണമെന്നും മാനിനെ ചോദിച്ചപ്പോൾ മന്നവൻ താനും ചൊന്നാൻ ദുഷ്യന്തനായ നൃപനിലീലതനയൻ ഞാൻ പുഷ്കര വിലോചനെ സത്യമെന്നറിഞ്ഞാലും രാജാവെന്നതു കേട്ടു ഫലമൂലാദികളും രാജീവ വിലോചന നൽകിനാം ഭുജിപ്പാനായി എന്നാൽ എന്തിനീയൊന്നു വേണുന്നതെന്നു ചൊന്നാൻ കന്യക തന്നെ നോക്കി മന്നവൻ താനും ചൊന്നാൻ കണ്വമാമുനി തന്നെ കാൺമാൻ വന്നിതുമിപ്പോൾ അർണോജ വിലോചനെ മാമുനി എങ്ങു ചൊൽനീ കായോടു പഴങ്ങളെ കൊണ്ടുവന്നിടുവാനായി പോയതു പിതാവൊരു 2 നാഴിക പാർത്താൽ നായകനായ നിനക്കൻപോടു കാണാമെന്നാൾ ആയത് വിലോചനയാകിയ കന്യകയും കന്യാകാവയോരുപശീലാദി ഗുണം കണ്ടു മന്നവൻ മാരവശനായുടനരു ചെയ്താൻ നിന്നുടെ മാതാപിതാക്കന്മാരാരെന്നും പിന്നെ നിന്നെയും ഉള്ളവണ്ണം എന്നോടു ചൊല്ലിയിടണം എന്തടോ വനത്തിൽ വാണിടുവാൻ മൂലമെന്നും ബന്ധുര കളേബരെ ചൊല്ലണം പരമാർത്ഥം നിന്നുടെ രൂപഗുണം കാൺക മാത്രമേ മൂലം എന്നുടെ മനസ്സിനെ നീ അപഹരിപ്പാനും പൂർവം രാജശിവംശത്തിൽ പിറന്നു ഞാൻ നാരിമാർ കുലമൗലി രത്നമേ ധരിച്ചാലും മുത്തമേ നിന്നോടിന്നും ഒന്നുണ്ടു പറയുന്നു ചിത്തമെന്നുമേ മമ ചെൽകയില്ല ധർമ്മത്തിൻ സ്ത്രീയിൽ എന്നിൽ മറ്റുള്ള നാരിമാരിൽ ചിത്തജ താപമെനിക്കുണ്ടാവാൻ മൂലമില്ല
രാജനന്ദനയത്രേ നീയെന്നു വന്നുകൂടും വ്യാജമെന്നിയെ പറഞ്ഞിടണമെന്നോടു നീ മന്ദഹാസവും ചെയ്തു സുന്ദരാംഗിയും അപ്പോൾ കന്ദർപ്പ സമാനനാം ഭൂപതിയോടു ചൊന്നാൻ പുണ്യപാപങ്ങൾ നിരൂപിച്ചു നീ പറയണം കണ്വനാമതാതൻ തന്നെയും പേടിക്കണം ഞാനിപ്പോൾ സ്വതന്ത്രയല്ലെന്നതും അറിയണം മാനിച്ചിടണം വേദവിധിയാം ധർമ്മത്തെയും ജനകനായ കണ്വൻ തന്നെ പ്രാർത്ഥിച്ചാലവ അനുവാദത്താലെങ്കിലരുതെന്നില്ല താനും മധുരസ്വര വിസ്പഷ്ടാക്ഷര ആലപം കേട്ടു മധുരാധരിയോടു മന്നവനുര ചെയ്താൻ ഭോഷ്കുര ചെയ്യുന്നുള്ളതാർക്കടുത്തിതു ബാലേ മൂർഖന്മാരോടു വേണം ചൊല്ലുവാനതുമെങ്കിൽ ഊർധ്വരേതസാ മുനി തന്നുടെ പുത്രി ഞാനെന്നോർത്തു നീ പറയണം എന്നോടു മനോഹരെന്നതു കേട്ടു മുനി കന്യക താനും ചൊന്നാൻ നന്നല്ല തനക്കെന്നുള്ളതെന്നതൂ നൂനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.